ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ പറാത്തയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 ഗ്ലാസ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഓയിലോ നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പാകത്തിന് തന്നെ കുഴച്ചെടുക്കുക. ഇതിലേക്ക് സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്, ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ. നല്ല പോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. കുഴച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിലൊന്ന് ഇതിൻ്റെ മുകളിലാക്കിയതിന് ശേഷം ഒരു മണിക്കൂറൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂറൊന്ന് മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അതിൽ കൂടുതൽ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാം. അല്ലെങ്കിൽ രാത്രി മാവ് കുഴച്ച് വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്താലും മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തായാലും 1 മണിക്കൂറെങ്കിലും മാവൊന്ന് വെക്കട്ടോ. നല്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സോയാബീൻ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് സോയാബീനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 150 ഗ്രാമോളം സോയാബീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ല പോലെ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ആ സോയാബീനിലുള്ള വെള്ളം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല പോലെ തന്നെ അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾ ഏതിലാണോ ഉണ്ടാക്കുന്നത് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു വലിയ സവാള അരിഞ്ഞത്, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതുപോലെ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി നമുക്കതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾ സോയാബീൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ മസാലയുടെ അളവൊക്കെ കൂട്ടിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ച ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഒന്ന് പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തക്കാളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് ഈ മസാലകളൊക്കെ നമ്മൾ അധികം തീ കൂട്ടി വെക്കാണ്ട് ഒന്ന് വഴറ്റിയെടുക്കുക. മസാലയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ നേരത്തെ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇളക്കി മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക കേട്ടോ. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ മിക്സായി വന്നതിന് ശേഷം ഉപ്പ് നോക്കിയാൽ മതി. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. നമ്മൾ സോയാബീൻ വേവിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ആവി കിടന്നിട്ട് തന്നെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാല, അതുപോലെ മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് തീ ഓഫാക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ എരിവ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നല്ല സ്പൈസി ആയിട്ട് കഴിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെയും മുളക് പൊടിൻ്റെയും ഒക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് ചേർക്കണില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒന്ന് തുറന്നിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. വലുപ്പമൊക്കെ നിങ്ങൾ എത്ര വേണമെന്നതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാനിവിടെ ഈ ഒരു പാകത്തിനുള്ള ഉരുളകളാക്കിയിട്ടാണ് എല്ലാം ഒന്ന് മുറിച്ചെടുക്കുന്നത്. ഒരു 15 ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന്. ഇനി നമ്മൾ ഓരോ ഉരുളകളും എടുത്തിട്ട് ചപ്പാത്തി പലകയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഓയിൽ തടവിയിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാവിനെ ഇട്ടിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ചപ്പാത്തി കോയിൽ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സോയ മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് 4 ഭാഗത്തു നിന്നൊന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം മസാലയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 4 ഭാഗത്തു നിന്നൊന്ന് മടക്കിയിട്ട് ഇത് പൊട്ടി പോകാണ്ട് നമ്മൾ പതുക്കെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അധികം ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് പരത്തിയെടുക്കരുത്. അപ്പോൾ ആ ഒരു മാവ്
ഇത് പൊട്ടിയിട്ട് അതിൻ്റെ മസാലയൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ ഒന്ന് കുറച്ച് ഓയിലൊന്ന് ആക്കിയിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്ക്വയർ ഷേപ്പിലായിട്ടാണ് ഞാനിവിടെ പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഓയിലൊന്നാക്കിയിട്ട് ഞാനിതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. ഓയിലിന് പകരം നെയ്യ് തേച്ചിട്ട് ചുട്ടെടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് രാവിലെ കറികളൊന്നും ആവശ്യമില്ല. നല്ല ചൂട് ചായയുടെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.